ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ടോണർ ആണ് കേട്ടോ. 2 അല്ല 4 ടോണർ ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ 4 നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ടോണറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നമുക്കറിയാലോ, ടോണർ നമ്മൾ യൂസ് ചെയ്യേണ്ട, അതായത് ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, ഈ 3 കാര്യങ്ങളും നമ്മൾ ഡെയിലി നമ്മുടെ സ്കിന്നിന് വേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ആ ഫേസിന്റെ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് വീട്ടിലുണ്ടാക്കുന്ന, അതായത് 100% നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ടോണർ ആകുമ്പോൾ നമുക്കത് വിശ്വസിച്ച് യൂസ് ചെയ്യാം. ഒരു തരത്തിലുള്ള കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല. മാത്രമല്ല, നമുക്കിത് അറിയാലേ, ഈ ഒരു ടോണർ നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒത്തിരി കെമിക്കൽസും ഇതൊക്കെ ഉള്ള ഫേസ് വാഷും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ ഫേസ് വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ടോണർ, ഈ ഒരു നാച്ചുറൽ ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു pH ലെവൽ നമ്മുടെ സ്കിന്നിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു റീഫ്രഷ് കൊടുക്കാനായിട്ടാണെങ്കിലും, അതേപോലെ ഒട്ടും കെമിക്കൽസ് ആഡ് ചെയ്യാത്ത നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുക കൂടി ചെയ്യും എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള കെമിക്കൽ ചേർത്തിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നല്ല ഫെയർ സ്കിൻ കിട്ടാനായിട്ട്, നല്ല ബ്രൈറ്റൻ ചെയ്യാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, 4 തരത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ സ്പ്രേ ബോട്ടിലാക്കാത്തത്. ഇത് മിൻറ്റിൻ്റെയാണ്. നമ്മുടെ 4 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു പിടി അതിലോട്ട് പുതിന ഇലയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒരു പിടി ഇടുക. അതിനുശേഷം അതൊന്നൊരു 10-12 മിനിറ്റ് അതൊന്ന് തിളയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10-12 മിനിറ്റ് അതൊന്ന് തിളച്ചിട്ട് ആ ഒരു പുതിന ഇലയുടെ ഇതൊക്കെ നമ്മളുടെ ആ ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പുതിനയുടെ ഈ ഒരു ടോണർ കൂടി റെഡി ആയിട്ടുണ്ട്. ഇതും ഏറ്റവും ഗുണമുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്നും ഫേസിൽ നമ്മൾ ടോണറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ എന്താ പറയുക, ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്പ്രേ ബോട്ടിലാക്കാത്തത്. അടുത്ത രണ്ടാമത്തെ ഒരു ടോണർ എന്ന് പറയുന്നത് നമുക്ക് അരിയാണ് കേട്ടോ. അരിയുടെ വെള്ളമാണ്. അത് നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പച്ചരി നമ്മൾ കുതിർക്കാനായിട്ട് നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. മൂന്നാമതൊരു രീതി നമുക്ക് കഞ്ഞിയുടെ വെള്ളം, അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കഞ്ഞിയുടെ വെള്ളം എടുക്കുകയാണെങ്കിൽ അത് അന്നത്തെ എടുക്കണം. മാത്രമല്ല, അത് എന്താ പറയുക, തലേ ദിവസം പുളിച്ചത് നമ്മളെപ്പോഴും ടോണറിനോ അല്ലെങ്കിൽ സ്കിന്നിനൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല കേട്ടോ. അതിൽ കുറച്ച് ബാക്ടീരിയ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് പുളിക്കുന്ന സമയത്ത്, അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിന് ചിലപ്പോൾ മാച്ച് ആയിക്കോണമെന്നില്ല. അപ്പോൾ കഞ്ഞിരവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വേണം, കൂടുതൽ അളവ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കത് ടോണറായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ അരി കുതിർത്ത വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അരി കുതിർത്ത വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 1-2 മണിക്കൂറിന് ശേഷം നമുക്കിത് അരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ അരിയൊക്കെ കുതിർന്നിട്ട് അതൊരു 1-2 മണിക്കൂറായപ്പോഴത്തേക്ക് ആ വെള്ളം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാട്ടോ നമ്മുടെ റൈസ് വാട്ടർ ടോണർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരി ഒരു മിനിറ്റ് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒന്ന് കുതിർന്നതിന് ശേഷം ആ വെള്ളം നമ്മൾ എടുത്ത് വെക്കാമെന്ന് മാത്രമേ വേണ്ടൂ. ഇതിൽ വീണ്ടും പച്ചവെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടോണറാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, റിങ്കിൾസ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഒരു 2-3 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ട് നമ്മളിത് ഫേസൊക്കെ വാഷ് ചെയ്യില്ലേ, ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ടോണർ യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് 3-4 ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യവും നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന കാര്യവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓരോന്നിനും ഓരോരോ ഗുണങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് ഒരു റിങ്കിൾസ് മാറാൻ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ഏറ്റവും നല്ല ഒരു 3-4 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്കിന്നിന് തന്നെ ആ സൺ ടാൻ മാറി നല്ലൊരു ബ്രൈറ്റ്നെസ് വരാനും കൂടി യൂസ് ആവുന്ന ഒരു ടോണർ കൂടിയാണ് കേട്ടോ ഇത്.
അടുത്ത മൂന്നാമത്തെ ഒരു ടോണർ നമുക്ക് ഗ്രീൻ ടീ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഗ്രീൻ ടീ നമ്മൾ ഇതിലോട്ടൊന്ന് മുക്കിയിടുവാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഗ്രീൻ ടീയുടെ ടോണർ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ടോണറിൻ്റെ കൂടി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാം ഒരു ചിലത് 2 വീക്സ് വരെ ഇരിക്കും, ചിലത് ഒരാഴ്ച 2 ആഴ്ച ആ രീതിയിൽ ഇരിക്കുന്നതാണ്. റൈസ് വാട്ടർ മാത്രം നമുക്കൊരു 3-4 ദിവസം ഒരാഴ്ച വരെ നമുക്ക് വെക്കാം. പക്ഷേ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതല്ലേ, മാക്സിമം ഒരാഴ്ച ഇരിക്കാം. കഞ്ഞിര വെള്ളമാണെങ്കിൽ ഒരു 3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കേണ്ട അതാണ് കേട്ടോ, ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ടീ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച 1-1.5 ആഴ്ചയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ടീ ടോണർ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ മുഖത്തേക്ക്. അപ്പോൾ നമ്മൾ എപ്പോൾ നമുക്ക് മുഖം വാഷ് ചെയ്താലും ഈ ഒരു കാര്യം നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഏറ്റവും ഗുണമാണ്. അപ്പോൾ ഇതാ 2 ടോണർ നമ്മുടെ റെഡിയായി. ഇനി അടുത്ത മൂന്നാമത്തെ നമ്മുടെ 3 ടോണർ നമ്മൾ പറഞ്ഞു. ഇനി 4ാമത്തെ ഒരു ടോണർ കൂടെ പറയാം കേട്ടോ. അടുത്തൊരു ടോണർ എന്ന് പറയുന്നത് നമ്മുടെ കുക്കുംബർ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്ന കാര്യങ്ങളും വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ ജ്യൂസ് എടുക്കുന്ന കാര്യങ്ങളും ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ കുക്കുംബർ നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. അരിച്ചെടുത്ത് വെച്ചതാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കുംബർ ടോണർ. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു റീഫ്രഷിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമില്ല, ലെമൺ ഒട്ടും മുഖത്തൊന്നും അപ്ലൈ ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഇടണമെന്നില്ല. ഈ കുക്കുംബർ മാത്രം ചേർത്താലും മതി കേട്ടോ. ഈ ഒരു ടോണറും തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ, അതായത് ഈ കുക്കുംബറിൻ്റെ ഈ ഒരു ടോണർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫെയർ സ്കിൻ കിട്ടാനായിട്ട്, നല്ലൊരു ബ്രൈറ്റനിങ് സ്കിൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ട് എന്നും യൂസ് ചെയ്യുന്നത് ഏറ്റവും ഗുണമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 ടോണറും കാണിച്ചു. 1 മിനിറ്റിൻ്റെയാണ്, 1 ഇതേപോലെ നമ്മുടെ റൈസ് വാട്ടറാണ്, അടുത്തത് നമ്മുടെ ഗ്രീൻ ടീയുടെ ആണ്, അടുത്ത കാര്യം നമ്മുടെ കുക്കുംബർ വെച്ചിട്ടുള്ള ടോണറാണ്. ഇത് 4 നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് നമുക്ക് ഹോം മെയ്ഡ് ടോണർ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ 4 കാര്യങ്ങളാണ് കാണിച്ചത്. എല്ലാവരുടെയും വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന 4 കാര്യങ്ങളാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഒരുപാട് യൂസാണ്. 100% അല്ല, അതിൽ 110% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നാച്ചുറൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് ഒരു എന്താ പറയുക കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അപ്പോൾ അത് സ്കിന്നിന് ഒരു തരത്തിലുള്ള ദോഷങ്ങളും വരത്തില്ല. അപ്പോൾ ഇതിലത്തെ ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം ടോണർ എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലത്തെ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.